ഹലോ, ഇന്നത്തെ എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ടില്ല നിങ്ങൾ വന്നത്, പിന്നെ ഞാൻ പറയണ്ടല്ലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ബർത്ത്ഡേൻ്റെ സെലിബ്രേഷൻ്റെ സ്റ്റാർട്ടിങ് ആണ് ഇന്ന്. അതായത് നമ്മൾ ബർത്ത്ഡേ ഷൂട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സീരീസ് പോലെയല്ല, കുറച്ച് 2-3 വീഡിയോസും ഇതിൻ്റെ പുറകെ വരും. നിങ്ങളപ്പോൾ എല്ലാം വാച്ച് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തുക. പിന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുന്നില്ല ഗൈസ്. അപ്പം ഇപ്പോൾ ടൈം 4:30, പുലർച്ചെ 4:30ആണ്. നമ്മൾ ഒരു 7 മണിക്കുള്ളിൽ ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്തെത്തി എടുത്ത് ഒരു 8 മണിക്കുള്ളിൽ എല്ലാം തീർക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് രാവിലെ തന്നെ എഴുന്നേറ്റു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എഴുന്നേക്കുക എന്നുള്ളൊരു പ്ലാന് ഒരു 5 മണി 5:20 ആയിരുന്നു. പക്ഷേ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മൾ നേരത്തെ എഴുന്നേൽപ്പിച്ചു. ഞാൻ അവരുടെ അടുത്ത് കിടക്കുമ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ മന്നി കടന്നോ, ഞാൻ രാവിലെ എഴുന്നേറ്റ് വിളിക്കാന്ന് പറഞ്ഞത്, വിളിച്ച് എഴുന്നേൽപ്പിക്കാന്ന്. പക്ഷെ ആള് രാവിലെ തന്നെ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ചേച്ചി കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാ ഗൈസ്. അപ്പം ഇത്ര നാളത്തെ ഒരു ഷൂട്ട് കാര്യങ്ങൾക്കൊക്കെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകിൽ കൊളാബറേഷന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് എന്തെങ്കിലും പ്രൊമോഷൻസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷൂട്ടുകളൊക്കെ ചെയ്യൽ ഭയങ്കര കുറവാണ്. രാവിലെ ആയതുകൊണ്ട് സൗണ്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് പറയാം, അപ്പോൾ ഞാൻ കുറേ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയാലും, ഇപ്പോൾ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രീതിക്കൊന്നുമില്ല, പക്ഷെ ബർത്ത്ഡേ ഒന്നും വലിയ കാര്യത്തിലെടുക്കണ്ട. ഇപ്പോൾ 25 വയസ്സായില്ലേ, ഇനിയിപ്പോൾ എന്താണെന്നുള്ളൊരു തോന്നലൊക്കെ വന്ന്. പക്ഷെ എല്ലാവരും ഫോട്ടോ ബർത്ത്ഡേക്ക് ഇടുമ്പോൾ എനിക്ക് മാത്രം ഫോട്ടോ ഇല്ലെങ്കിൽ പിന്നെ എനിക്കെന്താ സങ്കടം. അതുകൊണ്ട് മാത്രം ഞാൻ ബർത്ത്ഡേക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു, ഒരുങ്ങാമെന്ന് വിചാരിച്ചു. ബർത്ത്ഡേക്ക് ഒരുങ്ങിയില്ലെങ്കിൽ ബർത്ത്ഡേൻ്റെ സെലിബ്രേഷൻ, അതായത് ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിനൊക്കെ ഒരുങ്ങിയിട്ട് തന്നെ ചേരച്ചു. അപ്പം ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് അടുത്ത് നല്ല ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് മേക്കപ്പ് ആയാലും, അല്ലെങ്കിൽ ഡ്രസ്സ് ആയാലും, അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിൻ്റെ ആളായാലും എല്ലാവരും. അപ്പം എല്ലാവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലായാലും അല്ലെങ്കിൽ സ്ക്രീനിലായാലും അവരെ പരിചയപ്പെടുത്തുമ്പോൾ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ളത് നല്ല ട്രസ്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരാണ് കേട്ടോ. സോ ഗൈസ്, ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇനി പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. പിന്നെ കുട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് സ്നാക്സ് എന്തൊക്കെ കൊടുക്കണം, അതൊക്കെ നമുക്ക് ഉണ്ടാക്കണം. നമ്മളെ രാവിലെ വിളിച്ച്, ഞാൻ നിന്റെ അടുത്ത് എന്താ പറഞ്ഞേ, ഞാൻ നിന്നെ വിളിച്ചോണ്ടല്ലേ. അപ്പൊ നമ്മളെ ആള് വന്നിട്ടുണ്ട്. നമ്മുടെ രഞ്ജിത്താണ് ഇന്ന് എനിക്ക് മേക്കപ്പ് ചെയ്ത് തരുന്നത് അല്ലേ. ഞാൻ ഫ്രഷ് ആയിട്ട് വിളിച്ചിട്ട് തരാം. ഹലോ, നമ്മളിപ്പോ തുടങ്ങാൻ പോവാണ്. എന്തോ നീ പ്രാർത്ഥിച്ചോണ്ട് ഞാൻ പാട്ടാണ് ഇപ്പൊ, അല്ലാണ്ട് മണ്ടല്ലോ. നമ്മൾ കൊറേ നാളായിട്ടാ ശരിക്കും പറഞ്ഞ പ്ലാൻ ചെയ്യുന്നു. മെസ്സേജോ ചേച്ചി ഷൂട്ട് ചെയ്യണ്ടേ, അപ്പൊ ഞാൻ ബിസി ആയിരിക്കും. അപ്പൊ ഞാൻ ഇടക്ക് ഇവര് മെസ്സേജോ മോനെ ഷൂട്ട് ചെയ്യണ്ടേ ചേച്ചി, ഞാൻ ബിസിയാണ്, ഞാൻ പാലക്കാടാണ് ചേച്ചി, കല്യാണത്തിന്റെ ആയിരുന്നു ചേച്ചി. ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ കണ്ടു കിട്ടി. എനിക്കെന്ന് വെച്ചാലേ ഞാൻ ഭയങ്കര നാച്ചുറൽ മേക്കപ്പ് നോക്കുന്ന ആളാണ്. എനിക്ക് നല്ലോണം കുക്ക് ചെയ്യൂല. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് നമ്മള് ഇതിനു മുന്നേ ഒരു വർക്ക് വേണ്ടി, ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഐഡിയ താഴെ കൊടുക്കാൻ പറ്റും. ഇതിന്റെ കുറച്ച് അത് തുല്യ കാണിക്കും. എനിക്ക് ഹൈറ്റ് കൂടുതല. നമ്മളപ്പോ ഇത് ഈ കലാപരിപാടികൾ കഴിഞ്ഞ് ഈ പൊട്ടിയിടൽ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ബൈ ബൈ ബൈ. Gonna rise some sun. Step 2, get some good, some food in you. Step 3.
hard about what you want to be. Step 4. Everybody just do your thing. Wake up. Today's gonna be a good day. 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 Wake up. Today's gonna be a good ഓക്കെ. അപ്പം നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഇവിടെ. അപ്പം ഞാൻ 2 വർഷത്തിന് ശേഷം 2-3 വർഷം എന്തായി അഭിചേട്ടനെ കണ്ടു. അഭിചേട്ടനാണ് എൻ്റെ ബർത്ത്ഡേൻ്റെ ഷൂട്ട് ചെയ്തത്. പിന്നെ ജിസ്മി ചേട്ടനുണ്ട്. പിന്നെ പുറകിൽ സ്റ്റുഡിയോ കാലന്മാരെ എൻ്റെ ചേച്ചി ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട്. നേരത്തെ വെൽക്കം പറഞ്ഞതാണ്, പക്ഷെ റെക്കോർഡാക്കാൻ പറഞ്ഞു ചേച്ചി. അപ്പോൾ നമ്മൾ ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ സുന്ദരിയായിരുന്നു എല്ലാവരും കമൻറ്റ്. Try to do this every day, call it replication. Wake up, today's gonna be a good day. 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 കാല് എപ്പോഴും ഇരിക്കുന്നത്. വീഡിയോ എടുക്കുമ്പോഴൊന്നും ups and downs, just like every different season, yo. Sometimes I'm high, other times I'm barely breathing, though. I always gotta fight and hide from the demons, yo. Negative thoughts are poison, they rot. Head full of flies, so here come the clouds. They'll never stop unless I can swap all the bad for the good in my head when I'm lost. Yeah, so I'ma fake it. സത്യം സീക്വൻസിലാണ് അറിഞ്ഞിട്ടില്ല. Stay away from all the shit that causes temptation. I know that I like to do it cause it's sensation. I live my life in my head like a narration. Don't expect greatness, do my best, man, I'll take it. Wake up, today's gonna be a good day. Wake up, today's gonna be a good day. Wake up, today's gonna be a good day. Wake up. അപ്പോൾ നമ്മൾ ലൊക്കേഷനായിട്ട് സെലക്ട് ചെയ്തത് നമ്മുടെ ജ്യൂസ് സ്ട്രീറ്റ് ആണ്. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ വന്നിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ്. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയാലും അതും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ വ്യൂ ഇങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ. ഇത് എന്താണ് നമ്മുടെ ഫോട്ടോ വെച്ചിൻ്റെ സൈഡാണ് വരുന്നത് ജ്യൂസ് സ്ട്രീറ്റ്. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനത്തെ കമ്മലൊക്കെ ഇട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കമ്മലൊക്കെ. ഞാനിവിടെ ഓൾമോസ്റ്റ് ഒരു മൂന്നാമത്തെ വട്ടം എന്താണ് ഫോട്ടോഷൂട്ട് എടുക്കുന്നത്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഫോട്ടോഷൂട്ടിൽ ഇതായിരിക്കും മേ ബി ഉണ്ടാവുക. കാരണം എനിക്ക് ഭയങ്കര സാരി ആയാലും മേക്കപ്പ് ആയാലും എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. പിന്നെ ഫോട്ടോ ഓൾറെഡി അബിൻ ചേട്ടനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അബിയേട്ടൻ എനിക്ക് ഒരു 3-4 വർഷമായിട്ട് അറിയുന്നതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിളായിരുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇവരെന്നെ ശരിക്കും പറഞ്ഞാൽ ഇവരെന്നെ അവോയ്ഡ് ചെയ്യുന്നു ഗൈസ്. എന്തെങ്കിലും പറയാനുണ്ടോ ഇന്നത്തെ ഷൂട്ടിനെ കുറിച്ച്? എന്താണ് അഭിപ്രായം? എന്നോടാ ഞാൻ ഭയങ്കര നാണക്കാരെങ്കിലും സംസാരിക്കില്ല. നാളെക്കാരനെ കണ്ടാ മതി. വിജിഷ്ണു ചേട്ടൻ പറ എന്താണ് പറഞ്ഞ കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ളത് നമ്മുടെ ചേച്ചിയാണ്. അമ്മേ ചേച്ചി എന്താണ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? 2 ഫോട്ടോ അധികം ഇടാട്ടോ. അതെ അഭിയേട്ടൻ പറയുന്നില്ല. 5-6 വർഷം. അതെ അതെ നമ്മുടെ ഫേസിന് എന്തോ സാധനം ലൈറ്റ് അടിക്കുന്നുണ്ട്. അല്ലാണ്ട് ഭയങ്കര ലേറ്റ് അടിക്കുന്നത് അത് വേറൊന്നുമല്ല കേട്ടോ. ഇവിടെ ഓൾറെഡി നമ്മൾ വന്ന സമയത്ത് കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇപ്പം നല്ല വെയിൽ അടിച്ചു കയറി നമ്മുടെ ഫേസൊക്കെ ഭയങ്കര ഒരു എന്തൊക്കെയോ സംഭവങ്ങളാവുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഇനി നേരെ ഊബറൊക്കെ വിളിച്ചിട്ട് പോകാൻ നിൽക്കുകയാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. എല്ലാം പോയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പൊ ഷൂട്ട്. അതെ അതെ അതെ. കോണ്ടാക്ട് ഫോർ മോർ കൊളാബറേഷൻ, കോണ്ടാക്ട് ഫോർ വെഡിങ് വർക്ക്സ്, ഫോട്ടോഷൂട്ട്, മെറ്റേണിറ്റി ഷൂട്ട്, ഫങ്ഷണൽ ഷൂട്ട്, ബോൺ ബേബി ഷൂട്ട്, കുഞ്ഞുവാവന്റെ ഷൂട്ട്. ഷൂട്ടിന്റെ മെയിൻ ആളാണെന്നറിയോ? ജിഷ്ണു ചേട്ടന് ഇവരുടെ എല്ലാവരും ഞാനിതിൽ കൊളാബ് ചെയ്തിട്ട് എല്ലാവരുടെ പ്രൊഫൈലും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും നോക്കിയാൽ മതി. പിന്നെ എന്തെങ്കിലും പറയണ്ടോ?
ജിഷൻ ചേട്ടനാണ് ബേബി ഷൂട്ടൊക്കെ എടുക്കണത്. അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ ജിഷൻ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യണമെങ്കിൽ ചേച്ചിനെ കോൺടാക്ട് അതെ. പിന്നെ ഏട്ടനെ ഒന്നിനും കോൺടാക്ട് ചെയ്യണ്ട, ഏട്ടൻ ഇൻട്രോവേർട്ട് തന്നെയാണ്. ചേച്ചാ അപ്പം നമ്മൾ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്രയൊക്കെ ഉള്ളൂ. ഷൂട്ട് അടിപൊളിയായാലും ഭയങ്കര സന്തോഷം. എൻ്റെ ഒരു കംബാക്ക് ആയിട്ട് ഞാനിത് ഫീൽ ചെയ്യണു എനിക്ക്. കാരണം ഒരുപാട് നാളായിരുന്നു ഞാൻ ഷൂട്ട്, ഒരു 1 year എന്തെങ്കിലും ആയിട്ടുണ്ടാവും ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അതിൻ്റെതായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബർത്ത്ഡേയോടെ ഒരു പുതിയൊരു ഒരു പുനർജന്മം അങ്ങനത്തെ ഒക്കെ ഒരു ഫീൽ, എനിക്ക് കംബാക്ക് വേണം എന്നുള്ളതാണ്. പിന്നെ ഈ ബർത്ത്ഡേ ഷൂട്ടും ഇത് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വിചാരിച്ചതാണ്. എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട, സെലിബ്രേഷൻ കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് തനിച്ചിരിക്കണം. ഞാൻ എന്നിട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ എന്തിനാണ് ഞാൻ പുറകോട്ട് നിൽക്കണേ, നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കണ്ടേ എന്നുള്ളൊരു മൈൻഡ് വന്നുകൊണ്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പിന്നെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയില്ല. ഞാൻ ഓണത്തിന് പോലും ഒരു സെലിബ്രേഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായില്ല, ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ ഈ ബർത്ത്ഡേക്ക് എനിക്ക് സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരണമെന്നുണ്ടായി. ഇവിടെ വെയിലടിച്ചുകൊണ്ടാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് ഇങ്ങനെ തോന്നുന്നത്, കുറച്ച് കളറൊക്കെ പോലെ. അപ്പോൾ പാക്കപ്പ് പറയാൻ വന്ന അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ 14-ാം തീയതി ഇൻസ്റ്റയിൽ ഇടുന്നതാണ്, നിങ്ങളെല്ലാവരും കാണണം. പിന്നെ റീൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ബർത്ത്ഡേ ഷൂട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോസ്റ്റ്യൂമായാലും എനിക്കിഷ്ടമായി, പിന്നെ മേക്കപ്പും കാര്യങ്ങളും ഫോട്ടോ എടുത്തതായാലും ഒക്കെ എനിക്കിഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ചെറുതായിട്ട് എൻഡ് ചെയ്യട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തുക. പിന്നെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ബർത്ത്ഡേൻ്റെ സെലിബ്രേഷൻ വീഡിയോ വേറെ കാണുന്നതാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണണം. അപ്പോൾ എല്ലാവർക്കും